ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ ചാപ്റ്റർ റെസിപ്രോക്കലിലെ പേജ് നമ്പർ 68 ആണ്. ഹായ്, വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ് മാത്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. പേജ് നമ്പർ 68 ആണ്. ഓക്കെ, ഇതിനു മുമ്പുള്ള എല്ലാ പേജിലെയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A 60 meters long rod is cut into pieces of length 2/3 meter. How many such pieces will be there? അപ്പോൾ നമ്പർ ഓഫ് പീസസ് എത്രയാണെന്നാണ് നമ്മൾ കാണേണ്ടത്. ലോങ് റോഡിൻ്റെ 16 ആണ്. അപ്പോൾ എത്ര പീസസ് ഉണ്ടെന്ന് നമ്പർ ഓഫ് പീസസ് കാണാൻ 16 ഡിവൈഡഡ് ബൈ 2/3 ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 16 ഇൻറ്റു 3/2 എന്ന് നമ്മൾ ചെയ്യും. അപ്പോൾ 16ലും 2ലും കോമൺ ആയിട്ട് നമുക്ക് എന്താണ് 2 ഉണ്ടല്ലേ. അപ്പം 2 ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 8 കിട്ടി. 8 ഇൻറ്റു 3 24. അപ്പോൾ എത്ര പീസസ് ഉണ്ട്? 25 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ മെനി 3/4 ലിറ്റർ ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ 5 1/4 ലിറ്റർ ഓഫ് വാട്ടർ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 5 1/4. അപ്പോൾ അതെന്ന് പറയുന്നത് 5 ഇൻറ്റു 4 20 20 പ്ലസ് 1 21/4 ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് തന്നെ 3/4 ബോട്ടിലാണല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? 21/4 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ, ഡിവൈഡഡ് ബൈ 3/4. അപ്പോൾ നമ്മൾ 21/4 ഇൻറ്റു 4/3 എന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ 4ഉം 4ഉം കട്ട് ചെയ്യും. അപ്പോൾ 21 എന്ന് പറയുമ്പോൾ 7 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 7 ബോട്ടിൽസ് എന്ന് എഴുതാം. ആൻസർ എത്രയാണ്? 7 ബോട്ടിൽസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 13 1/2 kilograms ഓഫ് ഷുഗർ ഈസ് ടു ബി പാക്ഡ് ഇൻ ടു ബാഗ്സ് വിത്ത് 2 1/4 kilograms ഷുഗർ ഈച്ച്. ഹൗ മെനി ബാഗ്സ് ആർ നീഡഡ്? ഓക്കെ, അപ്പം 13 1/2 kilograms ഓഫ് ഷുഗർ ഈസ് ടു ബി പാക്ഡ് ഇൻ ടു ബാഗ്സ് 2 1/4. അപ്പം നമുക്ക് ഇവിടെ രണ്ടിനെയും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 13 1/2 എന്ന് പറയുമ്പം 2 ഇൻറ്റു 30 എന്ന് പറയുന്നത് എത്രയാണ്? 26 ആണ്. 26 പ്ലസ് 1 27/2. ഓക്കെ, 2 1/4 എന്ന് പറയുന്നത് 2 ഇൻറ്റു 4 പ്ലസ് 1/4. 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8 8 പ്ലസ് 1 9 9/4. അപ്പോൾ നമുക്ക് കിട്ടിയത് 27/2ഉം അതേപോലെ തന്നെ 9/4ഉം ആണ്. ഇവിടെ നമുക്ക് കണക്കാക്കേണ്ടത് എന്താണ്? ഹൗ മെനി ബാഗ്സ് ആർ നീഡഡ് എന്നാണ്. അപ്പോൾ നമ്മൾ 27/2 ഡിവൈഡഡ് ബൈ 9/4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 27/2 ഇൻറ്റു 4/9 ചെയ്യാം. ഇവിടെ നമുക്ക് എപ്പോഴും കാൽക്കുലേഷൻ വരുന്നത് കട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ 27ഉം 9ഉം എത്ര? 9 27ൽ 3 ടൈംസ് പോകും. 9ൽ 9 1 ടൈമും പോകും. 4ഉം 2 എന്ന് പറഞ്ഞാൽ 2 കോമൺ ഡിവൈസറാണ്. അപ്പം 2ൽ 2 1 ടൈമും 4ൽ 2 ടൈംസും പോവും. ഇനി മേലുള്ളത് എത്രയാണ്? 3 ഇൻറ്റു 2 6 ബാഗ്സ് ആണ് ആകെ ഉള്ളത്. ഓക്കെ, 3 ഇൻറ്റു 2 6 ബാഗ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ the area of the rectangle is 22 1/2 square centimeters and one side is 3/4 centimeters long. What is the length of other side? അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയാൻ നമുക്കറിയാം അല്ലേ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഏരിയ തന്നിട്ടുണ്ട്, ഒരു സൈഡും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടിനെയും ആദ്യം നമുക്ക് നോർമൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കണം. 3/4 ആണുള്ളത്. അപ്പോൾ 22 ഇൻറ്റു 2 പ്ലസ് 1/2. 22 ഇൻറ്റു 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 44. 44 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 45/2. ഇനി 3/4 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 4 പ്ലസ് 3/4. ഓക്കെ, 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 12. 12 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 15/4. അപ്പോൾ നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് കിട്ടി. എന്താണ്? 45/2ഉം അതേപോലെ 15/4ഉം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏരിയ അല്ലേ ഉള്ളത്. ഏരിയനെ നമുക്ക് ഒരു ഏരിയ ബൈ സൈഡാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് 45/2 ആണ് ഡിവൈഡഡ് ബൈ 15/4. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 45/2 ഇൻറ്റു 4/15. ഓക്കെ, ഇവിടെ 45ഉം 15ഉം എത്രയാണ്? 3 ടൈംസ് ആണ് അല്ലേ. 15 3 ടൈംസ് 45ൽ പോവും. 4ഉം 2 എന്താണ്? 2 ടൈംസ്
4 2ഉം പോകും. ഇപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 3 × 2 ദാറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കിയിട്ട് ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഇട്ടിട്ട് ഇൻറ്റു ചെയ്യാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോബ്ലംസ് ആണ്. ഹൗ മെനി പീസസ് ഓഫ് ഈച്ച് ലെങ്ത്ത് 2 1/2 can be cut off from a rope of length 11 1/2 meters? How many meters of rope will be left? അപ്പം നമുക്ക് വലിയൊരു റോപ്പാണ്. ഇതിന് എത്ര 11.5 മീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് 2.5 ഉള്ള പീസായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം. അങ്ങനെ 2.5 പീസായിട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി എത്ര ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിവിടെ രണ്ട് സംഭവത്തിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കി മാറ്റുക. ഇപ്പോൾ 2 1/2 എന്ന് പറയുമ്പോൾ 2 × 2 + 1/2. 2 × 2 എന്ന് പറയുന്നത് 4 4 + 1 5/2. ഇനി ഇവിടെ 11 1/2 എന്ന് പറഞ്ഞാൽ 11 × 2 എന്ന് പറയുന്നത് 22 22 + 1/2 ദാറ്റ് ഈസ് 23/2. ഓക്കെ, 23/2. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഡിവിഷനാണ് ചെയ്യേണ്ടത്. അതായത് 23/2നെ ഡിവൈഡഡ് ബൈ 5/2, അതായത് 23/2 × 2/5. അപ്പോൾ 2ഉം 2ഉം കട്ട് ചെയ്തു. ഇവിടെ ഉള്ളത് 23/5 ആണ് അല്ലേ. ഇനി ഈ 23/5നെ നമ്മൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം. അതെങ്ങനെയാക്കും? 23/5, അതായത് 5 എത്ര ടൈംസ്? 20 ടൈംസ് ആണ്. അപ്പോൾ 4 × 5 ബാലൻസ് 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4 ആണ്. 4നെ നമ്മൾ ഇവിടെ എഴുതും. ഇവിടെ നമ്മൾ 3 ആണ് എഴുതുക. അതായത് ഇവിടെ റിമൈൻഡർ ബാലൻസ് ആണ് എഴുതുക. ഈ ഡിനോമിനേറ്റർ അതേപോലെ നമ്മൾ എഴുതുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4 3/5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 4 എത്രയാണ്? 3/5 ആണ്. അതായത് നമ്മൾ എത്ര പീസായിട്ടാണ്? 2 1/2ൻ്റെ 4 പീസസ് ആയിട്ട് നമ്മൾ കിട്ടി. പിന്നെ ബാലൻസ് വരുന്നത് 3/5 ആണ് അല്ലേ. 3/5 ആണ് നമുക്ക് ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 3/5 പാർട്സ് ഓഫ് എത്രയാണ്? 2 1/2ൻ്റെ 3/5 പാർട്സ് ആണ് ലാസ്റ്റ് നമുക്ക് വരുന്നത് അല്ലേ. 2 1/2ൻ്റെ 3/5 പാർട്ടാണ് ലാസ്റ്റായിട്ട് നമ്മളിങ്ങനെ ഈ 11.5 മീറ്ററിൽ നിന്ന് 2.5 കട്ട് ചെയ്തെടുത്ത് ബാക്കി 3/5 പാർട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കാണാൻ എന്ത് ചെയ്യണം? 2 1/2 എന്ന് പറയുന്നത് 5/2 ആണ്. അതിൻ്റെ 3/5 നമ്മൾ കാണണം. അപ്പോൾ നമുക്ക് 15/10, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് 5ഉം 5ഉം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 3/2 കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എത്ര വരുന്നത്? 1 1/2. 1 1/2 എവിടുന്ന് കിട്ടി? നമ്മൾ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അതായത് ആൻസർ 1, ബാലൻസ് 1, ഡിനോമിനേറ്റർ 2, 1 1/2. അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആദ്യം നമുക്ക് എന്താ കിട്ടിയത്? 3/5 പാർട്ടാണ് നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയത്. ആ 3/5 പാർട്ട് എന്ന് പറയുന്നത് 2 1/2ൻ്റെ 3/5 പാർട്ടാണ്. ഇപ്പോൾ 2 1/2നെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയപ്പോൾ 5/2 കിട്ടി. 5/2 × 3/5. 5ഉം 5ഉം കട്ട് ചെയ്തു. 3/2 എഴുതി. 3/2നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി 1 1/2 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും 3 പേജിലെ പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക്